2025 ഓഗസ്റ്റ് മാസത്തിൽ ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ ചില നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ്. അവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും. ഇതിലിവർക്ക് പ്രധാനമായിട്ടും 2-3 കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. അതിൽ ഒന്നാണ് ലോട്ടറി ഭാഗ്യം. 2, ഇവർക്ക് ധാരാളം ധനം വന്നു ചേരുന്നു. ഇവരുടെ സങ്കടങ്ങളൊക്കെ അവസാനിക്കുന്നു. കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ആ കടബാധ്യതകളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 2025 ഓഗസ്റ്റ് മാസത്തിൽ ഏറ്റവും ഭാഗ്യമുള്ള, എല്ലാ രീതിയിലും വിജയങ്ങൾ വന്നു ചേരുന്ന, ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്ന് എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറുന്ന നക്ഷത്രജാതകരെയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. പരാജയങ്ങൾ ഒന്നും സംഭവിക്കില്ല എന്നതും ഈ ഒരു മാസക്കാലം ഇവരുടെ എടുത്തു പറയേണ്ട പ്രത്യേകത തന്നെയാണ്. അങ്ങനെ വലിയ സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അവിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പൂജകൾ ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ വാരത്തിൽ തന്നെ ഞാൻ ഈ പറയുന്ന നക്ഷത്രജാതകർക്ക് ഒരു നല്ല കാര്യം സംഭവിക്കും. അത് ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ തന്നെയായിരിക്കും. 1, ഇവർക്ക് ധനം വന്നു ചേരുന്നു. 2, ഇവരുടെ കടങ്ങളൊക്കെ മാറുന്നു. ഒരു ലോണിനൊക്കെ അപേക്ഷിച്ച് നിൽക്കുന്നവർക്കാണ് എങ്കിൽ ആ ലോൺ കിട്ടുന്ന സമയം, വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണ് എങ്കിൽ വിദേശത്തേക്ക് പോകാൻ കഴിയുന്ന സമയം, അങ്ങനെ സൗഭാഗ്യ സമ്പന്നതയിൽ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് വലിയ ഒരു ധനപ്രതാപത്തിലേക്ക് എത്തിച്ചേരുന്ന സമയം, ഇവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്ന സമയം, അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിക്കഴിഞ്ഞു. ഇനി ഭാഗ്യത്തിനു മേൽ ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു. ഈ 2ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഇവരെ സംബന്ധിച്ചും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേലൊന്നായി വന്നു ചേരും. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയും. ഭരണി നക്ഷത്ര ജാതകർ ഏതെങ്കിലും വീട്ടിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യം, വലിയൊരു നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്ത നക്ഷത്രം കാർത്തിക. ധനവരവിൻ്റെ സമയമായിരിക്കും കാർത്തിക നക്ഷത്ര ജാതകർക്ക്. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു, ഒരുപാട് ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവർ തന്നെയാണ് കാർത്തിക നക്ഷത്ര ജാതകർ. എന്നാൽ ഏറ്റവും വലിയ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഇവർ എത്തും. ഇവരുടെ പരാജയങ്ങളൊക്കെ മറന്നേക്കുക. ഇനി നിങ്ങൾക്ക് മുന്നിൽ ഏറ്റവും നല്ല കാലം തെളിഞ്ഞിരിക്കുന്നു. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്ര ജാതകർക്കും വലിയൊരു ഭാഗ്യവും വലിയൊരു നേട്ടവും വന്നു ചേരും. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയം. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്ന രോഹിണി നക്ഷത്ര ജാതകർക്ക് ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ്. വിദേശ യോഗം കാണുന്നുണ്ട്. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും. അതുപോലെ തന്നെ ദമ്പതികൾ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ ഉള്ളവരാണ് എങ്കിൽ ആ പിണക്കങ്ങളൊക്കെ മാറി രണ്ടുപേരും തമ്മിൽ ഒന്നിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. കേസു വഴക്കുകളിലൊക്കെ വിജയം വന്നു ചേരും. പുണർത്തത്തിൻ്റെ ഏറ്റവും നല്ല സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും എല്ലാ സങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. അത്രയധികം ധനവരവിൻ്റെ സമയം തന്നെയായിരിക്കും. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്ര ജാതകർക്കും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ്. ആശകളൊക്കെ സഫലമാകുന്ന സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. അടുത്ത നക്ഷത്രം മകമാണ്. മകത്തിനും ഇത് ലോട്ടറി ഭാഗ്യത്തിൻ്റെ കാലമാണ്. മകൻ പിറന്ന മങ്കെന്നാണ്. മകൻ നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യ സമ്പന്നതയാണ്. ആശകളൊക്കെ നടക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ കളിയാടുന്ന സമയം. ധാരാളം ധനമൊക്കെ വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിക്കും, രക്ഷപ്പെടും എന്ന് ചുരുക്കം. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്ര നക്ഷത്ര ജാതകർക്കും ഇത് അനുകൂലമായ സമയമാണ്. പ്രാരാബ്ധങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്നതിനോടൊപ്പം ഇവർക്കൊരു ജോലി കൂടി ലഭിക്കും.
ഇപ്പോൾ വിദേശത്തൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് കഴിയുന്നവരാണ് എങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ചിത്തിരയ്ക്കും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ്. ആശകളൊക്കെ നിറവേറുന്ന സമയം, ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖങ്ങളും മാറുന്ന സമയം, ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ ഇനി ചിത്തിര നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖത്തിനും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ്. പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നു. വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു. അനുഭവിക്കാനൊന്നും ബാക്കിയില്ല എന്ന് തന്നെ പറയാം. എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ്. ഒരുപാട് നേട്ടവും ഒരുപാട് ഭാഗ്യവും ഒരുപാട് ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നേടിയെടുക്കാൻ ഇനി ഇവർക്ക് കഴിയും. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. ഭാഗ്യത്തിലേക്കാണ് തൃക്കേട്ട കടക്കുന്നത്. അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവർ എത്തിച്ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന സമയം. തൃക്കേട്ടയുടെ നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയത്തിനും ഇത് ഐശ്വര്യത്തിൻ്റെ സമയമാണ്, സമൃദ്ധിയുടെ സമയമാണ്. അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന സമയം. വസ്തുവകകളൊക്കെ വിൽക്കാനൊക്കെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ചതയ നക്ഷത്ര ജാതകർ. അതുപോലെ തന്നെ ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്നു. ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറി ഇവരാഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം. അടുത്ത നക്ഷത്രം രേവതിയാണ്. ഇവർക്കും ഭാഗ്യമാണ്. അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് രേവതി നക്ഷത്ര ജാതകർ പോകുന്നതും വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നതും ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഒക്കെ ഇവരെ കൊണ്ടെത്തിക്കും. ഏതായാലും ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും വലിയൊരു വിജയം, വലിയൊരു സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്ന സമയമാണ്. ആശകളും അഭിലാഷങ്ങളും ഒക്കെ സഫലമാകുന്ന സമയം. ഇത് സത്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.